ഭർത്താവിന്റെ കുറ്റം ഏതാ? അപാകതകൾ, ന്യൂനത, ബലഹീനത വേറെ ആരോടും പറയരുത്. നിന്റെ അമ്മയോട് പോലും പറയരുത്. വീട്ടിൽ ചെല്ലുമ്പോഴേ ഉറങ്ങാന്നോ എഴുന്നേറ്റിരിക്കുകയാണ്, കാണാനും മേല, ആരോടും പറയരുത്. വിശേഷിച്ച് പെന്തിക്കോസുകാരോട് പറയാം, സഭയിലെ പാസ്റ്ററുടെ ഭാര്യയോട് പറയരുത്. എൻ്റെ അമ്മാമ്മയാണ് ഇതെല്ലാം ഇങ്ങനെ ന്യൂസ് പിടിക്കാൻ തന്നെ. അങ്ങനെയുള്ള അമ്മാമ്മമാരുണ്ട്. നല്ല അമ്മാമ്മയുണ്ട്, പറയരുത്. അമ്മാമ്മയോട് പറഞ്ഞ അമ്മാമ്മയ്ക്ക് പ്രിയമുള്ള അമ്മാമ്മയോട് വേറെ പേര്, ആ അമ്മാമ്മ പിന്നെ അങ്ങ് പറഞ്ഞ് വെറുതെ അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സ്നേഹവും കൂടെ പോകും. എന്നാലേ അവന് ഇച്ചിരി സ്നേഹമുള്ളൂ. അത് നീ ആയിട്ട് കളയരുതെന്നായി പറഞ്ഞു. നല്ല ബുദ്ധിയായി. ഈ യോഗത്തിന് വന്ന് നീ ഗുണമാകണം, അതിനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. നീ തുള്ളിക്കളിച്ചേച്ച് പിന്നെ അവനെ അനുസരിക്കാതെ വായു എടുത്തുകൊണ്ട് പോകരുത്, കീഴ്പ്പെടണം, അതിനായി പറഞ്ഞു തരുന്നത്. ഭർത്താവിനെ ബഹുമാനിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിക്കണം. അമ്മോപദേശം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിനകത്ത് ഒരു പ്രയോഗമുണ്ട്. പെന്തിക്കോസുകാർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാ. വരി ഇങ്ങനെ: കോന്തനാകിലും കോപിഷ്ടനാകിലും പാന്തനാകിലും പാമരനാകിലും കാന്തനെ നിന്നെ ചാതരാല അവനുടെ പാദം വന്ദിക്കണമെന്ന എന്ന് പറഞ്ഞാൽ ദൈവമാണെന്നും ഓർത്തല്ല, ബഹുമാനിക്കണം. ഭർത്താവിനെ അനുസരിച്ച് കീഴ്പ്പെട്ട് ബഹുമാനിക്കണം. ചിലപ്പോൾ കഴിവ് കുറഞ്ഞ ആളായിരിക്കും, എന്നാലും അദ്ദേഹത്തിന് മാനഹാനി വരുന്ന ഒന്നും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. സ്തോത്രം. ഇപ്പൊ അത്രോ പറയുന്നുള്ളൂ. വഴക്കുണ്ടാക്കുന്ന സ്ത്രീകളുണ്ട്, ചുമ്മാ അലമ്പുണ്ടാക്കുന്ന പെണ്ണുങ്ങളുണ്ട്. പണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞങ്ങളുടെ ഒരു ഉപദേശിയുടെ ഭാര്യ മരിച്ചു. ഞാനും ചെന്നു, 2 വാക്ക് പറഞ്ഞേച്ച് ഞാൻ ഇറങ്ങി വന്നപ്പം എൻ്റെ തോളത്ത് ആരോ തട്ടി. നോക്കിയപ്പോൾ അങ്ങേര് തന്നെ. അപ്പം എനിക്ക് വേറൊരു അടക്കത്തിന് പോകണം. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ വേറൊരു അടക്കത്തിന് പോവാം, പിന്നെ വരാം, വേർപാട് ജീവിതത്തിലുണ്ടാകും, പ്രാർത്ഥിക്കാം, ദൈവം ധൈര്യപ്പെടുത്തട്ടെ. അപ്പം അദ്ദേഹം പറഞ്ഞ പദം ഞാൻ മിക്കയിടത്തും പറഞ്ഞ് ഇപ്പോഴും എൻ്റെ കാതി മുഴങ്ങുക. ആട്ടെ അനീഷേ, അവളും സ്വസ്ഥമായി, ഞാനും സ്വസ്ഥമായി. ഇപ്പോഴും എൻ്റെ കാതി മുഴങ്ങുക. ഈ തള്ളെ അങ്ങ് ജീവിയിടായിരുന്നു. ഇങ്ങനെ നേരത്തെ വന്നാ കുറ്റം, താമസിച്ച് വന്നാ കുറ്റം, പറഞ്ഞാ കുറ്റം, എടുത്താ കുറ്റം, ചെയ്ത മുഴുവൻ അങ്ങ് കുറ്റം. ഇവരങ്ങ് അലമ്പ. പക്ഷെ അങ്ങനെ ഒരു നല്ല മനുഷ്യനെ ഒന്നും മറുപടി പറയത്തില്ല. അത് ഈ തള്ളെ അങ്ങ് മുതലാക്കും. അങ്ങനെ അലമ്പുണ്ടാക്കി പുള്ളി ഒന്നും എതിർക്കത്തൊന്നുമില്ല, ഒരു പാവത്താനാ. അങ്ങനെ ഇരിക്കുമ്പോഴാ എലിപ്പനി വന്ന് തള്ള ചത്തത്. എന്നാലും അങ്ങേര് പറഞ്ഞത് അവളും സ്വസ്ഥമായി, ഞാനും സ്വസ്ഥം. അങ്ങനെ നിങ്ങൾ പറയിപ്പിക്കരുത്. സ്തോത്രം. ബഹുമാനിക്കണം, കീഴ്പ്പെടണം, അനുസരിക്കണം, വിധേയപ്പെടണം. ഭാര്യാഭർത്താക്കന്മാരുടെ കടമകളാണ് 22 മുതൽ താഴോട്ടുള്ള തിരുവെടുത്തുകളിലെല്ലാം പൗലോസ് പരാമർശിക്കുന്നത്. ഇനി 25-ാമത്തെ വാക്യത്തിൽ ഭർത്താക്കന്മാരോട് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുക. പെട്ടെന്ന് വായിച്ചു. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി. ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കണം, പോറ്റി പുലർത്തണം, സ്നേഹിക്കണം. ബലഹീന പാത്രമാണ്, അതുകൊണ്ട് ബഹുമാനം കൊടുക്കണമെന്ന പത്രോസും സൂചിപ്പിച്ചിരിക്കുന്നത്. ബലഹീന പാത്രമാണ്. അപാകതകളും ന്യൂനതകളും പോരായ്മകളും ഒക്കെ കാണും. അത് മനസ്സിലാക്കി വളരെ സ്നേഹിച്ച് കരുതി സംരക്ഷിക്കണം. സ്വയരക്ഷ നോക്കുന്ന ഒരു ഭർത്താവായിരിക്കരുത്, അവരെ സംരക്ഷിക്കണം. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവം കഴിഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച് അവരിറങ്ങിയിരിക്കുന്നത്. ദൈവം കഴിഞ്ഞാൽ കൈ തന്നപ്പോളേ, അപ്പോൾ ചിലപ്പോൾ അപാകത കാണും, ന്യൂനത കാണും, പോരായ്മ കാണും, ഒക്കെ ഒത്തിരി കാണും. പക്ഷെ അത് ക്ഷമിക്കണം. അത് കരുതി ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. നമ്മുടെ യാതൊരു ക്വാളിറ്റി നോക്കിയല്ല സ്നേഹിച്ചത്, ഒരു യോഗ്യതയില്ലാതിരുന്നപ്പോഴാണ് അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. ഇനി മറുവശം പറയാം, ഈ കുടുംബജീവിതത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. കുടുംബത്തിൽ 2 പശ്ചാത്തലത്തിലൊക്കെ ജീവിക്കുന്നവരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. എവിടെ ഇല്ലാത്ത? ഞാൻ മിക്കപ്പോഴും പറയും, വിവാഹ ശുശ്രൂഷയിലൊക്കെ പറയും, ചില ഉപദേശമാരും അച്ഛന്മാരും ഒക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 40 കൊല്ലമായി എൻ്റെ ഭാര്യ അന്നമ്മ ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ ഇന്ന് വരെ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ലെന്ന്. നുണയാ. അവന് കൊച്ചുണ്ണിയുടെ ചേട്ടനാ.
ഏത് കൊച്ചുണ്ണിയാന്ന് നിങ്ങൾക്കറിയാം. മനസ്സിലായോ? വെറുതെ പറയുന്ന ഈ നുണ പറയുന്നതിനും ഒരു അതിരില്ലേ? എന്നേക്കാൾ പ്രായമുള്ള പക്വത വന്നവരാ എന്നെ കേൾക്കും. നിങ്ങളുടെ കുടുംബ വിപത്തിൽ പ്രശ്നം ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. എവിടെ ഇല്ലാത്തവരൊന്ന് കൈപൊക്കിക്കേ. ഇല്ല, മറ്റേ പുള്ളിയുടെ ആൾക്കാർ വല്ലവരും ഉണ്ടോ? ആരുമില്ല. എനിക്കറിയാം ഇല്ലെന്ന്. അതല്ലേ ധൈര്യത്തോടെ പറഞ്ഞ കൈപൊക്കാൻ. കൈപൊക്കുകായിരുന്നെങ്കിൽ മാപ്പിളയും പെമ്പിളയും ഞാനിപ്പോൾ സ്റ്റേജൊക്കെ കയറ്റിയാണ്. കയറ്റുന്നത് വേറെ ഒന്നിനും അല്ല, ഒരു പാരിതോഷികം തരാനാണ്. എല്ലാവരുടെ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസവും ആശയപ്പശകൊക്കെ വരാം. ഇല്ലാത്തത് എവിടാ? എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അതെല്ലാം ആമ പരിഹരിച്ചോണം. അതെല്ലാം പെട്ടെന്ന് വചന ശുശ്രൂഷയാലും പ്രാർത്ഥനയാലും ആമ തിരുവചനത്തിന്റെ ഉപദേശത്താലും എല്ലാം ക്രമീകരിക്കണം. അതാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. ആട്ടെ, അപ്പൊ കുടുംബജീവിതത്തിന്റെ ഭദ്രതയാണ് ആ താഴോട്ടുള്ള വേദഭാഗത്തിലെല്ലാം പൗലോസ് ഓർപ്പിക്കുന്നത്.